നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാളെ സാധാരണ ഒരു ചൊവ്വാഴ്ചയല്ല, നമ്മുടെ മലയാളികളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനമുള്ള ഉത്രാടം ദിവസമാണ് നാളെ. ഉത്രാടം, അതായത് ഒന്നാം ഓണമാണ് നാളെ. ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന് മലയാളികൾ തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്ന് സാക്ഷാൽ മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ജ്യോതിഷത്തിൽ നോക്കിയാലും നാളത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതകൾ തന്നെയുണ്ട്. അതായത് ഉത്രാടം നക്ഷത്രമാണ്. കൂടാതെ നാളെ ശുക്ലപക്ഷ ദ്വാദശിയാണ്. ചിങ്ങത്തിലെ സൂര്യൻ, മകരത്തിലെ ചന്ദ്രൻ, കർക്കിടകത്തിലാണ് വ്യാഴം. അപ്പോൾ ഈ ഒരു ഗ്രഹനിലയിൽ ചില രാശിക്കാർക്കും അതിൽ വരുന്ന നക്ഷത്രക്കാർക്കും തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും കുടുംബ സാഹചര്യങ്ങളെ ചേർത്ത് നോക്കുമ്പോഴും പുതിയ അവസരങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം, മുടങ്ങിക്കിടന്ന കാര്യങ്ങളുടെ നീക്കമുണ്ടാകാനുള്ള അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു അന്തരീക്ഷം സംജാതമാകുന്ന ദിവസമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് നാളെ വന്നു ചേരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു ഭാഗ്യത്തിൻ്റെ തുടക്കമായിട്ട് തന്നെയാണ് ഈ ഓണക്കാലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാളെ ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം അനുകൂലമായി വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് നാളത്തെ പഞ്ചാംഗ സ്ഥിതിയിലേക്ക് നോക്കാം. നാളെ 2026 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ചയാണ്, ഉത്രാട നക്ഷത്രം. അപ്പോൾ നാളെ ഒന്നാം ഓണമാണ്. പഞ്ചാംഗ കണക്കിൽ ശുക്ലപക്ഷ ദ്വാദശിയാണ് പ്രധാന തിഥിയായിട്ട് വരുന്നത്. ഉത്രാട നക്ഷത്രം നാളെ ഒരു ഏകദേശം 10:51 വരെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ ഏവരും കാത്തിരിക്കുന്ന തിരുവോണ നക്ഷത്രത്തിൻ്റെ ആരംഭമാകുന്നുണ്ട്. ഉത്രാടം എന്നത് സംസ്കൃത പദമായിട്ട് വരുമ്പോൾ ഉത്തരാഷാഢ മാസം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൻ്റെ ആദിദേവതകളായിട്ട് വരുന്നത് വിശ്വദേവന്മാരാണ്. നക്ഷത്ര അധിപനായിട്ട് വരുന്നത് ഭഗവാൻ ആദിത്യൻ, അതായത് സൂര്യദേവനാണ്. അതുകൊണ്ട് തന്നെ ഉത്രാടം നക്ഷത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേക സ്വഭാവം എന്ന് പറയുമ്പോൾ സ്ഥിരതയുള്ള നക്ഷത്രമാണ്. ഏത് കാര്യത്തിനും സ്ഥിരമായ ഒരു തീരുമാനമുണ്ടാകും. വിജയം കാണുന്നത് വരെയും പരിശ്രമിക്കുന്നവരാണ്. ഏത് ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും ഉത്രാട നക്ഷത്രക്കാർ. മാന്യത കാത്തു സൂക്ഷിക്കുന്നവരാണ്. ലക്ഷ്യം പൂർത്തിയാക്കുന്നതാണ് ഏറ്റവും പരമമായ കാര്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ജ്യോതിഷപരമായി നോക്കുമ്പോൾ നാളത്തെ ദിവസം ഉത്രാട നക്ഷത്രമായതിനാൽ ഈ സ്വാധീനങ്ങൾ നാളത്തെ ദിവസം നമ്മൾ ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മൾ മനുഷ്യരുടെ മേലിലേക്കും വന്നു ചേരും. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വെറുതെ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞിരുന്നാൽ മാത്രം പോരാ. നമുക്ക് എന്ത് വേണം എന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ ചെയ്യേണ്ടത് അത് സ്ഥിരമായി ഈ ധനം, നേട്ടങ്ങൾ ഇതിനെ സ്ഥിരമായി നിലനിർത്തി കൊണ്ടുപോകാൻ എന്തൊക്കെ നാളെ നമ്മളാൽ ചെയ്യാൻ സാധിക്കുമെന്നത് പൂർണ്ണമായി ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നീണ്ട ഒരു വർഷക്കാലമായിരിക്കും ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഗ്രഹനില നോക്കുമ്പോൾ സൂര്യനും ബുധനും കേതുവും ചിങ്ങത്തിലും, ചന്ദ്രൻ മകരത്തിലും, ചൊവ്വ മിഥുനത്തിലും, ശുക്രൻ കന്നിയിലും, വ്യാഴം കർക്കിടകം രാശിയിലും, ശനി മീനത്തിലും, രാഹു ഉള്ളത് കുംഭം രാശിയിലുമാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കർക്കിടകം രാശിയിലെ വ്യാഴത്തിനെയും മകരം രാശിയിലുള്ള ചന്ദ്രനെയുമാണ്. അപ്പോൾ വ്യാഴം കർക്കിടകത്തിൽ ശക്തമായ സ്ഥാനത്തായതിനാൽ തന്നെ കുടുംബം, സമ്പത്ത്, വിദ്യ, സംരക്ഷണം, മാനസികമായിട്ടുള്ള ആശ്വാസം, ജീവിതത്തിലെ വളർച്ച എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സമയമാണ്. ഇനി ചന്ദ്രൻ മകരത്തിലായതിനാൽ തന്നെ വികാരങ്ങളെക്കാൾ ആ വികാരങ്ങളെ എങ്ങനെ പ്രായോഗികമായ തീരുമാന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ വികാരങ്ങളെ പ്രായോഗികമായി കൊണ്ടുവരാൻ സാധിക്കുന്നതായ ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് നാളെ വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് നമ്മുടെ ഭാഗ്യത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ വെറും വാക്കുകൾ പറഞ്ഞ് നാളെ ഈ ഒരു കാര്യം ചെയ്യുക എന്ന് വാക്കാൽ പറയുകയല്ല, പ്രവർത്തിച്ചു കാണിക്കേണ്ട ദിവസമാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിരിക്കും നീണ്ട ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗ്യരാശി നോക്കിയാൽ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനൻ രാശിക്കാർക്ക് ആശയവിനിമയത്തിലും അല്ലെങ്കിൽ പുതിയ ബന്ധത്തിലുമൊക്കെ വളരെയധികം സാധ്യതയുള്ള ദിവസമാണ്. ചൊവ്വ മിഥുനൻ രാശിയിലുണ്ടല്ലോ, അതിനാൽ തന്നെ പ്രവർത്തിക്കാനുള്ള ഊർജം കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ്. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവൃത്തിയൊക്കെ നല്ലതാണ്, പക്ഷേ കോപം വന്ന് ചേരാൻ പാടില്ല. കോപത്തിൽ പറയുന്ന മറുപടി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രയാസത്തിലേക്ക് ചിലപ്പോൾ വന്നു ചേരും. അതുവഴി നമുക്ക് കിട്ടേണ്ടതായ ധനം പോലും മുടങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നാളെ കോപത്തിൽ ആരോടും സംസാരിക്കാനോ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാനോ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ആശയങ്ങൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്.
അതിനെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നാളത്തെ ദിവസം അല്ലെങ്കിൽ തുടർന്നുള്ള സമയങ്ങൾ ശുഭകരമായ നിങ്ങൾ കാത്തിരുന്ന ആ മഹാഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഏറെ സഹായിക്കും. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് നിങ്ങളുടെ വ്യാഴം കർക്കിടക രാശിയിലാണുള്ളത്. അതിനാൽ തന്നെ കുടുംബപരമായി ചില സന്തോഷ വാർത്തകൾ വന്നു ചേരാൻ ഭാഗ്യം നാളെ കാണുന്നുണ്ട്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ ചില കാര്യങ്ങൾ വൈകിയിരുന്നു, അതിനെ ഓർത്തുള്ള ചില വിഷമങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില ശുഭഫലങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ആദരവും അനുഗ്രഹവും ഒക്കെ ഭാഗ്യമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ഓണക്കാലം കൂടിയായിരിക്കും നാളെ തുടക്കമാകുന്നത്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ചലനമാകുന്ന, ഒന്ന് ചലിപ്പിക്കാൻ സാധിക്കുന്ന സമയമാണ്. പഴയ വിഷമങ്ങളെ ഓർത്ത് ഇനി മനസ്സിനെ വീണ്ടും വ്യാകുലപ്പെടുത്താതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഭാരപ്പെടുത്താതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മേലധികാരികളോട് സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അത് അധികമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും രേഖകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് വളരെയധികം നാളത്തെ ദിവസം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്കും ശനി മീനത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ഓണക്കാലം കൂടിയാണ്. എല്ലാവർക്കും നിറയെ ഉത്തരവാദിത്വമുള്ള സമയമാണ്. വൈകി ലഭിക്കുന്ന വിജയങ്ങൾക്ക് മധുരം കൂടുമെന്ന് ചിലർ പറയാറുണ്ട്. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ആ വിജയത്തെ കരസ്ഥമാക്കുന്നത്. പെട്ടെന്ന് കിട്ടുന്നതിന് ചിലപ്പോൾ അഹങ്കാരം കൂടി നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വഴിയൊരുക്കും. പക്ഷേ ഇവിടെ ഒരുപാട് നിങ്ങൾ അധ്വാനിച്ച് കയ്യിൽ നിന്ന് പഴുതി പോയതിന് ശേഷം ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ വലിയൊരു വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഓണക്കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിന് തുടക്കമാവുകയാണ് നാളത്തെ ദിവസം. പഴയ പ്രശ്നങ്ങളെ ഓർത്ത് മനസ്സിൻ്റെ സമാധാനം ഇനി കളയരുത്. പഴയതായിപ്പോയി, അത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതുമയാണ് വരുന്നതെന്ന് ഓർത്ത് നാളെ മുതൽ സന്തോഷത്തോടിരിക്കുക. വലിയ ഭാഗ്യവും നേട്ടങ്ങളുമാണ് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നത്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിയാണ്. നിങ്ങൾ നാളത്തെ ദിവസം സംസാരിക്കുമ്പോഴാണ് വാക്കുകൾ കൃത്യമായി ഒന്ന് സൂക്ഷിക്കേണ്ടത്. കാരണം സംസാര ശൈലി ബന്ധങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ദിവസമാണ് നാളെ. അതുകൊണ്ട് നമ്മൾ തമാശയെന്നോണം പറയുന്ന കാര്യങ്ങൾ ചിലരുടെ മനസ്സിനത് വേദനാജനകമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുവഴി ചിലപ്പോൾ നമ്മളിലേക്ക് എത്തേണ്ടതായ സാമ്പത്തികത്തിന് പോലും ചിലപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക തീരുമാനങ്ങളിലാണെങ്കിലും പങ്കാളിത്ത ബിസിനസ്സിലാണെങ്കിലും കൃത്യമായൊരു പരിശോധന വേണ്ടുന്ന ദിവസമാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്നും നല്ല ഒരു സൂക്ഷ്മത അനിവാര്യമായ ഒരു ദിവസം തന്നെയാണ് നാളെ. അപ്പോൾ രാശിഫലം എന്നത് പൊതുവായൊരു ഗോചരഫലമാണ്. അപ്പോൾ വ്യക്തിഗത ജാതകത്തിലെ ദശാഭുക്തിയും ഗ്രഹബലവും ഒക്കെ അനുസരിച്ച് ഈ ഫലങ്ങളിലൊക്കെ വ്യത്യാസം വരും എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. എല്ലാ അധ്യായങ്ങളിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ നാളെ ഉത്രാടം ദിവസമാണ്. വീട്ടിൽ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ രാവിലെ ഉറക്കം ഉണർന്നതിന് ശേഷം ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. കഴിയുന്നത് ഒരു സാധുവിന് അല്പം അന്നം നാളത്തെ ദിവസം ദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. ഇനി അന്നദാനം അങ്ങനെ ഒരു സാധുവിന് കൊടുക്കാൻ സാധിക്കാത്ത പക്ഷം പക്ഷി മൃഗാദികൾക്കായാലും കൊടുക്കാം. പക്ഷേ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടമല്ല. കഴിക്കുന്നതിന് മുൻപ് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ദാനം നടത്തിയാൽ നമ്മൾ പറയാറുണ്ട് 10 തലമുറയ്ക്ക് കഴിക്കാനുള്ള അന്നം നമ്മളിലുണ്ട് എന്നൊക്കെ. അതേപോലെ തന്നെ അത്രയും ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങളാൽ തന്നെ സാധ്യമാകും. അപ്പോൾ ദാനം കൊടുക്കുമ്പോഴും ഭയത്തോടെ, ഭക്തിയോടെ, ബഹുമാനത്തോടെ കൊടുത്താൽ അതിൽ ഇരട്ടി ഭാഗ്യമായി നമ്മളിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ അവൻ ചെറുത്, നമ്മൾ വലുതായതുകൊണ്ടാണ് ഒരാൾക്ക് ദാനം കൊടുക്കുന്നത് എന്ന ചിന്തയോടെ അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുമ്പോൾ പക്ഷി മൃഗാദികൾക്കാണെങ്കിലും പോലും എറിഞ്ഞു കൊടുക്കരുതെന്നാണ് പറയുന്നത്. അത് ഭയഭക്തി ബഹുമാനത്തോടെ ഒരു തൂശനിലയിൽ ആഹാരം അവർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് എത്രത്തോളം വലിയ മാറ്റമാണ് പറയുന്നത്. അതായത് ഗ്രന്ഥങ്ങളിൽ തന്നെ പറയാറുണ്ട് അന്നദാനം മഹാദാനമാണ്. അതിനപ്പുറം വലിയൊരു ദാനം തന്നെയില്ല. അപ്പോൾ കോടികൾ കൊണ്ട് ചിലവഴിക്കുന്നതിനേക്കാൾ ഒരു നേരം വിശക്കുന്ന ഒരു വയറ്, അത് മനുഷ്യരാകട്ടെ മൃഗങ്ങളാകട്ടെ, ഒരു നേരം ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾക്ക് അതിൻ്റെ ഭാഗ്യം വന്നു ചേരും. അപ്പോൾ രാവിലെ കുളിച്ച് ഉറക്കമുണർന്നതിന് ശേഷം നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതേപോലെ വിഷ്ണു, വാമനൻ, മഹാബലി എന്നിവരെയൊക്കെ സ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഈ പൊന്നോണക്കാലം. അനാവശ്യ ചെലവുകൾ, തർക്കങ്ങൾ ഒന്നും പാടില്ല. അതേപോലെ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കാശ് ചിലവാക്കുകയോ ചൂതാട്ടങ്ങൾക്ക് കാശ് ചിലവാക്കുകയോ ഒന്നും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അനാവശ്യ ചെലവുകളിലേക്ക് പോകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് വരവുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അധിക ചിലവുകൾ ഉണ്ടാക്കി വീണ്ടും കടക്കണിയിലേക്ക് പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഇവരും ശ്രദ്ധിക്കേണ്ട സമയമാണ്. നാളെ വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. രാഹുകാലം ഒരു 3:30
4:30 മുതൽ 5:10 വരെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അറിയാമല്ലോ, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വർജിക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു ശുഭകരമായ കാര്യങ്ങൾക്കും ആ ഒരു സമയം ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ ആ സമയത്ത് കാര്യം അങ്ങ് നടക്കും. അപ്പോൾ നമ്മൾ പറയും, കണ്ടോ അത് കാര്യങ്ങൾ നടന്നല്ലോ അത്, പക്ഷേ പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും. അതായത് പിന്നെ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ കിട്ടില്ല, പിന്നീട് ഇരുന്ന് വ്യസനിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു സമയം 3:30 മുതൽ 5:10 വരെയുള്ള സമയം പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്കും വിനിയോഗിക്കാതിരിക്കുക. മനസ്സിൽ അഹങ്കാരം മാറ്റിവെക്കുക. സ്നേഹം നിറയ്ക്കേണ്ട സമയമാണ് ഓരോ പൊന്നോണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ഓണം ഉണ്ടാകുന്നത് അവിടെയാണ് എന്നാണ് പറയുന്നത്. എവിടെ? മനസ്സിൽ നിന്ന് അഹങ്കാരത്തെ മാറ്റി മനസ്സിൽ സ്നേഹവും സാഹോദര്യവും എവിടെ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാ മനസ്സിലേക്ക് നിങ്ങൾ നിറയ്ക്കുന്നു, അവിടെ ആ ഹൃദയത്തിലാണ് ഓരോ ഓണവും ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന അധ്വാനങ്ങൾക്ക് കൃത്യമായ ഫലം ഉണ്ടാകണം. ആ ഫലങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നമ്മളിലേക്ക് അനുഭവയോഗമായി വന്നു ചേരണം എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ഉത്രാട ദിനം ഉണ്ടാകട്ടെ. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. നല്ലൊരു പൊന്നോണക്കാലമായി മാറട്ടെ. അപ്പോൾ ഏവരുടെയും ഒരു അനുഗ്രഹം എന്നിലേക്കും വേണം. കാരണം നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ എല്ലാ അതായത് അഭിപ്രായങ്ങൾ വേണം, നിങ്ങളുടെ അനുഗ്രഹം വേണം, ദൈവാധീനമൊക്കെ വേണമല്ലോ. അപ്പോൾ നല്ലൊരു പൊന്നോണക്കാലം നമുക്ക് ഏവർക്കും ചേർന്ന് ആഘോഷിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷകരമായ ദിനങ്ങൾ ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും ഒരു നല്ല പൊന്നോണം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രീരാഗം ആസ്ട്രോളജിയുടെ പേരിലുള്ള പൊന്നോണ ആശംസകൾ നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം നേരുകയാണ്. ഏവർക്കും നല്ലൊരു പൊന്നോണം ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.